ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ്. നിങ്ങൾക്ക് ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കഥ കേൾക്കാനോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു മസ്റ്റ് വാച്ച് ദിസ് വീഡിയോ, അതർവൈസ് യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. ഓക്കെ, ലാസ്റ്റ് എന്നെ പരാതി പറയാൻ നിൽക്കരുത്. ഓക്കെ, ഇത് ഇപ്പം അങ്ങനെ അത്ര വലിയ കണ്ടന്റ് ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇപ്പം എല്ലായിടത്തും, അതായത് കേരളത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് മഴ, വേനൽ മഴ. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചപ്പോഴും അബിയുടെ അമ്മേനെ വിളിച്ചപ്പോഴും രണ്ടുപേരും പറഞ്ഞു അവിടെ നല്ല മഴ പെയ്തു എന്ന്. സോ ഞാനിവിടെ ഒരു മഴ പെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. എന്താവും എന്തോ, എന്തായാലും പെയ്യും. അപ്പോൾ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വന്ന സമയത്ത് ഇവിടുത്തെ മലകളൊക്കെ ഉണ്ടല്ലോ ഉണങ്ങി കരിഞ്ഞി ഒരുമാതിരി കോലായിട്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ലേക്സ് കാര്യങ്ങളൊക്കെ വറ്റി വരണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ചൂടുമായിരുന്നു. അടിക്കടി എനിക്ക് യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പം എനിക്കിങ്ങനെ മൊത്തത്തിൽ പുറത്തോട്ട് ഇറങ്ങിയാൽ ഫുള്ള് ഈ ചൂട്, നമുക്ക് പുറത്തോട്ടൊന്നും അങ്ങനെ ടൂ വീലറിനല്ല കാറിന് പോലും പോകാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് ചൂടായിരുന്നു. അപ്പോൾ ഒരു മഴ വരാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അബിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതെന്ത് ഇവിടെ മാത്രം മഴ പെയ്യാത്ത, നാട്ടിലൊക്കെ മഴ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബി പറഞ്ഞു ഇവിടെ അങ്ങനെ മഴയൊന്നും അങ്ങനെ പെയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഈ മഴ പെയ്യാറില്ലേ എന്ന് വിചാരിച്ച്. എന്നിട്ട് ഞങ്ങൾ ചെന്നൈ സെൻട്രലിൽ അബിയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി. അപ്പം അവനും ഇവിടെ തന്നെ ഉള്ളതാണ്. അപ്പം അവനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ മഴയൊന്നും പെയ്യില്ല. അബി പറഞ്ഞു മഴ പെയ്യില്ല എന്ന്. അപ്പം അവൻ പറഞ്ഞു ഇല്ല, അങ്ങനെ മഴ പെയ്യാറില്ല, അതാണ് ഇവിടുത്തെ മലയും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കണത്. പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഭയങ്കര ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന്. സത്യമാണ് കേട്ടോ. കാരണം സെൻട്രലിലൊക്കെ കാനകളുണ്ട്. അപ്പം ഇവിടെയൊക്കെ കുറച്ച് മഴ, ചെറിയ മഴ പെയ്താലും അത് ഭയങ്കര വെള്ളം ആയിട്ടുള്ള മഴയായിരിക്കും പെയ്യുക. സോ ഈ കാനയാണെങ്കിലും നിറയും, റോട്ടിലും നിറച്ച് വെള്ളമായിരിക്കും, വീട്ടിലൊക്കെ വെള്ളം കയറും. അങ്ങനെ മൊത്തത്തിൽ കുളമാവും. ഗുരുവാഞ്ചേരി എന്നൊക്കെ പറഞ്ഞ ഭാഗത്ത് വലിയ മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ വരെ ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടാവും കേട്ടോ. അത് നല്ല വെള്ളം, ഭയങ്കര വെള്ളമായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ അവനോട് പറഞ്ഞ് പിന്നെ അവനിക്കൊരു ഹോപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞു, നമ്മുടെ നാട്ടിലത്തെയൊക്കെ മഴയുടെ സീസൺ കഴിഞ്ഞിട്ടാണ് ഇവിടെ മഴ സ്റ്റാർട്ട് ചെയ്യുക. സോ പിന്നെ കുറച്ച് നാളായിട്ട് പെയ്തിട്ടുമില്ല മഴ. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ വീട്ടിൽ അമ്മേനോടും ചിറ്റനോടൊക്കെ പറഞ്ഞപ്പോൾ ചിറ്റനെ സമാധാനിപ്പിച്ച്, എടി അവിടെ ഇത്രയും നാളും മഴ പെയ്തിട്ടില്ലേ, ഇപ്പം മോനെ അങ്ങോട്ട് ചെന്നില്ലേ, ഇനിയിപ്പോൾ മഴ പെയ്യുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാനും ആ ഹോപ്പ് കൈവിട്ടില്ല. അങ്ങനെ ഒരു ദിവസം നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര ആവശ്യത്തിൽ അതിനോട് പറഞ്ഞു, നിങ്ങളെന്താ പറയുക മഴ പെയ്യൂലെന്ന്. കണ്ട, ഞാൻ വന്നതിൻ്റെ ഐശ്വര്യം കണ്ട, മഴ പെയ്യണം കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേപോലെ എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ മഴയെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ പണ്ട് കുന്നമാവിലായിരുന്നു എൻ്റെ അച്ചാച്ചൻ അമ്മാമ്മയൊക്കെ താമസിച്ചിരുന്നത്. അപ്പം ആ വീടിൻ്റെ ഫ്രണ്ടിൽ പൂഴിമണലിൻ്റെ ഒരു വഴിയാണ്. അപ്പം ഈ ഫസ്റ്റ് ആദ്യമായിട്ട് ഇങ്ങനെ മഴ പെയ്യുമല്ലോ, പെയ്യുമ്പോൾ ഈ മണ്ണ് പൂഴിമണ്ണ് നനയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ ഈ മണം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയാ, നീ വല്ല പാമ്പൊക്കെ ഇട്ട് ജനിക്കേണ്ടതായിരുന്നു എന്ന്. ആക്ച്വലി പാമ്പിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കുഞ്ഞിലായിരുന്നു. അമ്മ പറഞ്ഞിട്ടുള്ള അറിവ് എനിക്കുള്ളൂ കേട്ടോ. ഞാൻ കുഞ്ഞിലെ ജനിച്ച് കുറച്ച് ഇതായപ്പോഴത്തേനും ഞാനിങ്ങനെ പാമ്പ് കാണിക്കുന്നത് പോലെ കണ്ണൊക്കെ ഇങ്ങനെ മുഴിച്ചിട്ട് ഇങ്ങനെ പാമ്പ് ഇങ്ങനെ നാക്ക് ഇങ്ങനെ ഇങ്ങനെ അടിക്കില്ലേ, അതേപോലെ ഞാൻ കാണിക്കുമായിരുന്നു എന്ന്. എന്നിട്ട് ഈ പാമ്പിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു പാടുണ്ടാവുമല്ലോ, അതേപോലെ റെഡ് കളറിൽ എൻ്റെ ദേഹത്തൊക്കെ വരുമായിരുന്നു. നമുക്ക് രാത്രി പേടിയാവുമെന്ന്. എന്നിട്ട് തിരുമുപ്പ് അമ്പലത്തിൽ എൻ്റെ എല്ലാ പക്കപ്പിറന്നാളിനും സർപ്പങ്ങൾക്ക് എന്തൊക്കെയോ വഴിപാടൊക്കെ കഴിച്ച് പിന്നെ തൊട്ടിങ്ങനെ വരാണ്ടായി. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അതേപോലെ തന്നെ അച്ചാച്ചൻ്റെ അമ്മാമ്മേൻ്റെ അടുത്തൊക്കെ നിൽക്കാൻ പോകുമ്പോൾ നല്ല മഴ പെയ്യും. അപ്പം അവിടെ ഇങ്ങനെ മാവുണ്ട്, പ്രിയോരി മാങ്ങയുണ്ട്, പിന്നെന്താ നല്ല തേനിൻ്റെ മധുരമുള്ള മാങ്ങയൊക്കെ ഉണ്ട്. അപ്പം രാത്രി ആകുമ്പോഴത്തേക്കും നല്ല കാറ്റ് വീശും. കാറ്റ് വീശിയിട്ട് ഈ മാങ്ങ പോയിട്ട് റോട്ടിൽ വീഴും. അച്ചാച്ചൻ എന്നിട്ട് രാത്രി ആകുമ്പോൾ റോട്ടിലിറങ്ങി മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അപ്പം തന്നെ പൂളി അപ്പം തന്നെ കഴിക്കുമായിരുന്നു മാങ്ങ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഇന്നിപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഈ കഞ്ഞിയും ഉണക്കമീൻ വറുത്തതും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അച്ചാച്ചനും അമ്മാമ്മയൊക്കെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മഴ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും മനസ്സിലോട്ട് കയറി വരണത്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ കുറച്ച് വലുതായതിനു ശേഷം നമുക്ക് ഈ മഴ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം അതിരമ്പള്ളി പോയവർക്കൊക്കെ അറിയാൻ പറ്റും, ഏഴാറ്റുമുഖം തുമ്പൂർമുഴി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട്. ചാലക്കുടി പുഴ തന്നെയാണ് എന്നാണ് തോന്നുന്നത്. സോ അവിടെ ഇങ്ങനെ നമുക്ക് വെള്ളത്തിൽ കളിക്കാനും ഒക്കെ പറ്റും. അപ്പം അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് കയറിയപ്പോൾ തന്നെ ഭയങ്കര മഴ വന്നു. അപ്പോൾ തിരിച്ചു പോകണോ അതോ ഇവിടെ പോകണോ എന്നുള്ള ഭയങ്കര ഡൗട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ പിള്ളേർ എല്ലാവരും പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ പോയി. ആദ്യം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇറങ്ങി. അങ്ങനെ നല്ല മഴയായിരുന്നു. പിന്നെ വലിയ ആൾക്കാരും ഇറങ്ങി. പിന്നെ നമ്മളെല്ലാവരും കളിയായിരുന്നു, വെള്ളത്തിൽ കിടന്നിട്ട് ഭയങ്കര കളിയായിരുന്നു. വെള്ളം മറ്റുള്ളവരുടെ മൊത്തൊഴിക്കല്, അവർ തിരിച്ചൊഴിക്കല്, അങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ വെള്ളത്തിലാണ്. അതിൻ്റെ കൂടെ മഴയും. എല്ലാവരും നനഞ്ഞു കുളിച്ച് പിന്നെ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരാൾക്ക് പോലും തുമ്മലോ ജലദോഷമോ ഒന്നും വന്നിട്ടില്ല. സോ ചില ആൾക്കാരൊക്കെ പറയില്ലേ മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ ജലദോഷവും ചുമയും പനിയൊക്കെ വരും. പക്ഷെ ഞാനത് വിശ്വസിക്കുന്ന ഒരാളല്ല. പിന്നെയുള്ളൊരു മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ബസ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇരുണ്ട് കൂടി ഇങ്ങനെ ഇരിക്കണമായിരിക്കും മഴ പെയ്യാനായിട്ട്. പക്ഷേ എൻ്റെ അടുത്ത് കുടയും ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ കുട എടുക്കത്തില്ല. എന്നിട്ട് ഞാൻ നനഞ്ഞേ പോവുള്ളൂ വീട്ടിൽ. അപ്പം ഇപ്പം നമ്മുടെ അയൽവക്കത്തുള്ളവരൊക്കെ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ പറയും എന്താ ചിന്നു കുട എടുക്കാത്തത്, കുട എടുത്തില്ലേ, മറന്നു പോയാ, നനയനുണ്ടല്ല, പനി വരും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ഇല്ല ചേച്ചി കുട ബാഗിലുണ്ട്, പിന്നെ കുട നനയും വീടിവിടെ അടുത്തല്ലേ, കുട എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചെന്ന് പറയും. അങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുട എടുക്കാൻ കൂട്ടാക്കാത്ത ഒരാളാണ് ഞാൻ. അത്രയും മഴയത്ത് നനയാനും എന്താ പറയുക, നേച്ചറായിട്ട് ഭയങ്കരമായിട്ട് ഇതാവാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ ബീച്ചിൽ പോയാലും ഞാൻ നനയ്ക്കാണ്ട്, കാല് പോലും നനയ്ക്കാണ്ട് ഞാൻ വീട്ടിൽ പോരാറില്ല. അതേപോലെ തന്നെ നേച്ചറിൻ്റെ എല്ലാ വെർഷൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദുരന്തങ്ങളല്ല കേട്ടോ. ഇപ്പോൾ 2018 പ്രളയം ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഫസ്റ്റ് നില ഫുള്ള് മുങ്ങിപ്പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോഴൊക്കെ വീട്ടിൽ ഭയങ്കര തമാശയായിരുന്നു കേട്ടോ. വീട്ടിലെ അമ്മാമ്മയ്ക്കും അച്ഛനും മാത്രമേ നീന്താൻ അറിയാൻ പാടുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല. അപ്പം എന്താ പറയുക, അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വെള്ളം കയറി ഒരുപാട് വെള്ളമൊക്കെ വന്നു, അമ്മാമ്മ നമ്മളെ നീന്തൽ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേശ്ശെ വെള്ളം കയറി വന്നു. അപ്പം ഗേറ്റിൻ്റെ പുറത്തൊക്കെ നിറച്ച് വെള്ളം, പിന്നെ ഗേറ്റിൻ്റെ അകത്തുനിന്ന് ഉള്ളിൽ കയറാൻ തുടങ്ങി. അപ്പോൾ എന്നാലും ഇപ്പം ഇങ്ങനെ നിൽക്കുമെന്ന് വിചാരിക്കും. അപ്പോഴത്തേക്കും പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പുമ്മേ കയറാൻ തുടങ്ങി, സെക്കൻഡ് സ്റ്റെപ്പുമ്മേ കയറാൻ തുടങ്ങി, പിന്നെ സിറ്റ് ഔട്ടിൽ ഫുള്ള് വെള്ളമായി. പിന്നെ അങ്ങനെ കയറി വീട് നിറച്ചും ഫുള്ള് വെള്ളമായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേനും വഞ്ചി വീടിൻ്റെ അകത്തോട്ട് കയറ്റിയാണ് നമ്മൾ ഇറങ്ങിയത് മേടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും ഇത് വന്നു. പിന്നെ അമൃതയുടെ ക്യാമ്പിലായിരുന്നു നമ്മൾ വെച്ചത്. ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും വളരെ പൂറായിട്ടുള്ള ആൾക്കാരും ഒരേപോലെ ക്യാമ്പിൽ ജീവിച്ചിട്ടുള്ള ഒരു സമയമാണ്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെന്താ പറയുക, ഈ പുഴയുടെ അരികത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും, ഈ ഇതുണ്ടല്ലോ ചില സമയത്ത് ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പുഴയിലത്തെ വെള്ളം ഇങ്ങനെ കയറി എല്ലാ പ്രദേശത്തും ഇങ്ങനെ ആയിട്ട് കിടക്കുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഗേറ്റിന് പുറത്തോട്ട് ഇറങ്ങണതൊക്കെ ചിലപ്പോൾ വെള്ളത്തിലോട്ടായിരിക്കും കേട്ടോ. പക്ഷെ മുട്ടിന് താഴെ വെള്ളം ഉണ്ടാവാറുള്ളൂ.
എന്നിട്ട് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും കീറിനേക്കാളും സ്പീഡിൽ തിരിച്ചങ്ങോട്ട് പോണ ഒരു പോക്കുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിരിച്ചിറങ്ങി പോകണമാണ്. അതായത് ഭയങ്കര സ്പീഡിലാണ് തിരിച്ചിറങ്ങി പോവുക. നിങ്ങൾ ആരെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ മഴയെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ പുഴയായി, കടലായി. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഞാൻ വലിയൊരു കണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര വലിയ പർപ്പസ് ആയിട്ടൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇപ്പം എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.